ഈ വേൾഡ് കപ്പിൽ ഡാർക്ക് ഹോഴ്സ് ആയി മാറാൻ സാധ്യതയുള്ള ടീം അത് മൊറോക്കോയോ കൊളംബിയോ അല്ല, അത് നോർവേ ആണ്. വൈ നോർവേ എന്നല്ലേ? പറഞ്ഞു തരാം. 1998 ശേഷം ആദ്യമായിട്ടാണ് ഫിഫ വേൾഡ് കപ്പിന്റെ ബിഗ് സ്റ്റേജിലേക്ക് അവർ എത്തുന്നത്. എത്ര വർഷമായി? 28 വർഷങ്ങൾക്ക് ശേഷം. ഇനി 48 ടീമുകൾ ഉണ്ടായത് കൊണ്ടാണോ അവർ യോഗ്യത നേടിയത്? അല്ല. വേൾഡ് കപ്പ് ക്വാളിഫൈ ടേബിളിൽ ഇറ്റലിയും ഇസ്രായേലിനെയും ഒക്കെ പിന്തള്ളി 1ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തുകൊണ്ടാണ് അവർ വേൾഡ് കപ്പിലേക്ക് യോഗ്യത ഉറപ്പിക്കുന്നത്. 8 മത്സരങ്ങളിൽ നിന്ന് 24 പോയിന്റ്, അതായത് കളിച്ച കളികളെല്ലാം വിജയിച്ചുകൊണ്ട്. ഇസ്രായേലിനെ 4-1 മാൾഡോവയെ 11-1 പരാജയപ്പെടുത്തിയിട്ടുണ്ട്. പ്യുവർ ഡോമിനേഷൻ. രണ്ടാമത്തെ കാര്യം, ദേ ആർ പ്ലേയിങ് വിത്ത് ഗോൾഡൻ ജനറേഷൻ. ഹാളണ്ട്, സൊർലോത്ത്, ഓഡേഗാർഡ്. ക്വാളിഫയർ മത്സരത്തിൽ 8 മത്സരങ്ങളിൽ നിന്ന് 16 ഗോളുകൾ ഹാളണ്ട് നേടിയിട്ടുണ്ട്. ശരാശരി ഒരു മത്സരത്തിൽ നിന്ന് 2 ഗോളെങ്കിലും അടിച്ചിരിക്കണം. ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ്. പിന്നെ ബോഡോ ഗ്ലിൻഡിനെ ഓർമ്മയില്ലേ? ചാമ്പ്യൻസ് ലീഗിലെ ഞെട്ടിച്ച ടീം. അവരുടെ 3-4 പ്ലേയേഴ്സും നോർവേയുടെ ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പോരാട്ട വീര്യം വേൾഡ് കപ്പിൽ അവർ കാഴ്ചവെക്കും.